ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഇതെന്താണെന്നുള്ളത്. ഇത് മുന്നേ ഞാൻ ഇതുപോലൊരു പറമ്പിലും കണ്ടു. പിന്നീട് ഇത് വീണ്ടും കണ്ടപ്പോഴാണ് ഇതിലുള്ള എന്തോ ഒരു കൗതുകം എനിക്ക് മനസ്സിലേക്ക് വന്നത്. കർഷക സമൃദ്ധിയുടെ ഒരു ഗ്രാമത്തിലൂടെയാണ് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പറമ്പിൻ്റെ ഒത്ത നടുക്കലായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത്. പിന്നീട് അടുത്തേക്ക് ഇങ്ങനെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതൊരു കബറിടമാണ്, അല്ലെങ്കിൽ ഒരു കല്ലറയാണെന്നുള്ളത്. അതിൻ്റെ ആ ഒരു വലിപ്പം സൈസൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. 4 കല്ലറയാണ് ഇവിടെ കണ്ടത്. അനന്തപുർ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയൊരു ടൗണാണ്. അതായത് ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ടൗണ്. കൂടുതലും കർഷക സമൃദ്ധിയുടെ ആ ഒരു ഉൽപ്പന്നങ്ങളാണ് എല്ലാ കടകളിലും കാണാൻ സാധിക്കുന്നത്. ട്രാക്ടറുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. കർഷകർക്ക് വേണ്ടിയിട്ടുള്ള അനുബന്ധ സാധനങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പഴമയിലുള്ള ആ ഒരു കെട്ടിട നിർമ്മിതികളെല്ലാം തന്നെ കൂടിയിട്ടുള്ളൊരു കൊച്ചു ടൗണ്. അതായത് നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ചെറിയ വില്ലേജ്, ഒരു ഉൾപ്രദേശത്തുള്ള ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കുറച്ച് ഉള്ളേരിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഇവിടുത്തെ ഒരു ടൗണാണ് ഈ കാണുന്നത്. വലിയ വീടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് സൈഡിലേക്കെല്ലാം നോക്കുമ്പോൾ ഇതുപോലത്തെ വൈക്കോൽ കൂനകൾ ഒരുപാട് ഹൈറ്റിലും നീളത്തിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. മതിലുകളിലേക്കെല്ലാം നോക്കുമ്പോൾ കടപ്പ കൊണ്ട് ഇങ്ങനെ കെട്ടിവെച്ച മതിലുകളാണ് കാണാൻ സാധിക്കുന്നത്. അത് പീസാക്കിയിട്ട് ഇഷ്ടികയുടെ വലുപ്പത്തിൽ മുറിച്ചെടുത്ത പീസുകൾ ഇങ്ങനെ നല്ല കനത്തിലൊക്കെ വെച്ചിട്ട് കെട്ടിയതും കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഈ ഒരു ടൗണിനെ ഒന്ന് നോക്കി കാണാമെന്നുള്ള രീതിയിൽ ടൗണിലേക്ക് തന്നെ തിരിക്കുകയാണ്. ട്രാക്ടറിനെ ഇതുപോലെ ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇവർ മാറ്റിത്തിരിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഏരിയയിലാണ് വീടുകളെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. ഈ റോഡിൻ്റെ 2 സൈഡിലും അത്യാവശ്യം വീടുകളുണ്ട്. പിന്നീട് ഈ റോഡിൻ്റെ കുറച്ച് 50 മീറ്റർ മുന്നിലേക്കും 50 മീറ്റർ ബാക്കിലേക്കും പോയി കഴിഞ്ഞാൽ ഒഴിഞ്ഞു കിടക്കുന്ന കൃഷിയിടങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ജനവാസമില്ല എന്നുള്ളത്. ഈ ഒരു ടൗണിൽ അത്യാവശ്യം ഓട്ടോക്കാർ എല്ലാം തന്നെ ഉണ്ട്. പിന്നീട് ഞാൻ ഈ ടൗണിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ എല്ലാ കടകളിലും ഫുഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവരൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് ആ ഒരു കാര്യങ്ങളൊന്ന് വിശദീകരിക്കാം എന്നുള്ള അർത്ഥത്തിൽ എല്ലാ കടയിൽ നിന്നും കുറേശ്ശെ സാധനങ്ങളൊക്കെ മേടിച്ച് അവരെ തൃപ്തിപ്പെടുത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ മേടിക്കുന്ന സാധനങ്ങൾ നമ്മൾ പലർക്കായിട്ട് കൊടുക്കലാണ്. ആരെങ്കിലും കൈ കാണിക്കാനോ അല്ലെങ്കിൽ അവശനായി നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാറാണ് പതിവ്. ഇവിടെ നിന്ന് മേടിച്ച സാധനം ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആ പഴകിയ എണ്ണയുടെ ഒരു രുചി കാര്യങ്ങളൊക്കെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഞാനത് ഒഴിവാക്കാനുണ്ടായത്. ഈ ഒരു ടൗണിൻ്റെ ഭാഗങ്ങളിലേക്കെല്ലാം നോക്കുമ്പോൾ പഴമയെ ഉണർത്തുന്ന ഒരുപാട് കെട്ടിട നിർമ്മിതികൾ കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നിഷ്കളങ്കമായിട്ടുള്ള ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കൗണ്ടറിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ മേടിച്ചത്. ഈ വലിയ സാധനം പപ്പടമാണ്. ഒരു രസകരമല്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു. പിന്നീട് അവിടുന്ന് ഉഴുന്നുവട മേടിച്ചു. പിന്നെ ഒരു ഉള്ളിവട പോലത്തെ ഒരു സാധനങ്ങളെല്ലാം മേടിച്ചു. എല്ലാം തന്നെ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ തന്നെയായിരുന്നു. പിന്നീട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതുപോലത്തെ കനത്തിലുള്ള മതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കടപ്പയിൽ നിർമ്മിച്ചിട്ടുള്ള മതിൽ.